അപ്പൊ രാഹുലെ, നീ ഒരുപാട് ചിന്തിക്കാണ്ട്, മനസ്സിലാവണ്ട. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഇറക്കാണ് ഇവിടെ. നമുക്ക് ജനങ്ങളിലേക്ക് എത്തിയാണ് വോയിസ് ഇറക്കും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാണ്ട്, മനസ്സിലാവണ്ട. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്ത് സെറ്റായിട്ട് വായോ ഒരു വട്ടം കൂടി, മനസ്സിലാവണ്ട. അപ്പൊ എനിക്ക് പറയാൻ, അപ്പൊ നമുക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഇയാളെ പിന്നീന്ന് കുത്തിയത്. നമ്മള് ഒരു പാർട്ടിയിലെ ഏറ്റവും വലിയ ഒരു ഉന്നത പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ശരിയല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഭാവി നമ്മൾ നോക്കണം, മനസ്സിലാവണ്ട. പിന്നെ നമ്മുടെ പിന്നിലുള്ള ആൾക്കാർ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് കൂടി നമ്മൾ ചിന്തിക്കണം, ശരിയല്ലേ? അത് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പണിയാണ്. നമുക്ക് നമ്മുടെ തട്ടിയിട്ട് മുന്നേറാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ പിന്നിലുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇതുപോലെ വലിയ കുഴിയിൽ വന്ന് വീഴും, മനസ്സിലാണ്. വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് മുന്നേ കൂട്ടി ചിന്തിക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കും ജീവിതത്തിൽ, മനസ്സിലാവണ്ട. അപ്പൊ രാഹുലിനെ പറ്റിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് രാഹുലിനുണ്ടായില്ല. അതാണ് മെയിൻ കാര്യം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇതിന് വലിയ ആയുസ് ഇല്ല. ഇത് എങ്ങനെ ആയുസ് ഉണ്ടാവും? ഒരു കാര്യമില്ല. അപ്പോ പിന്നെ കോൺഗ്രസിനെ വീഴ്ത്തിട്ട് വേണം ഇവിടെ BJPക്ക് ഇവിടെ വരാനായിട്ട്. CPM ജയിക്കണമെങ്കിൽ കോൺഗ്രസിന് ഒരു ചീത്തപ്പേരുണ്ടാക്കണം. അങ്ങനെയുള്ള ചിന്താഗതിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ, മനസ്സിലാവണ്ട. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കണം. നിങ്ങൾ മുന്നേ കൂട്ടി ഒരുപാട് കാര്യം ചിന്തിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കോണ വർത്താൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീഡിയോ സജഷനായാലും മറ്റുള്ളവരാരായാലും, മനസ്സിലാവണ്ട. അപ്പോ രാഹുലിനെ പറ്റിയത് എങ്ങനെ നമുക്ക് ചെയ്ത് കര കയറാം എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്, മനസ്സിലാവണ്ട. അതിപ്പോ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളെ ഐഡിയ പോലെ ചെയ്യും.